ആ ഒരു വലിയ പ്ലാന്റ് കായോടുകൂടി 1200 രൂപ. ആ തറയിൽ നിന്ന് 6 അടി പൊക്കമുള്ള മാവ് 1200 രൂപ ആയിരിക്കുന്ന ഒറ്റ പ്ലാന്റ് കണ്ടല്ലോ. ഈ പ്ലാന്റ് ഫുള്ള് മാങ്ങയോട് കൂടി 2, 3, 4 മാങ്ങയുണ്ട്. 4ഒന്നുമല്ല, 2, 4 അതിൻ്റെ ഇടയ്ക്കൊക്കെ നിറച്ച് നിൽക്കും. എല്ലാം ചേർത്ത് 1200 കേട്ടോ മേടിച്ചോളൂ. കണ്ടോ കംബോഡിയൻ ഓറഞ്ച് ആക്കോ, കംബോഡിയൻ ഓറഞ്ച് ആക്കി. ഇത് ഏതെല്ലാം കായ്ച്ചിട്ടുണ്ട്. കണ്ടോ ലീഫും ഫ്രൂട്ടും ഒക്കെ ഒരുപോലെ തന്നെ ഉണ്ട്. കണ്ടോ ഇത് സ്വീറ്റ് അമ്പഴം എന്നാണ് പുള്ളി പറഞ്ഞേ. വലിയ അമ്പഴങ്ങ കണ്ടോ. ഇത് ഇവിടെ കണ്ടോ ഒരമ്പഴത്തെ എത്രയോ കായെന്ന് കണ്ടോ. ഇത് കണ്ടോ കിടിലല്ലേ, നിറച്ചുണ്ട് കണ്ടോ. ഇതൊക്കെ സെറ്റിങ്ങാണ് രസം. ഈ ബാരലിൽ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയും നമുക്ക് വീട്ടിലെ ടെറസിൻ്റെ മേളിലോ ഇത്തിരി സ്ഥലത്തൊക്കെ ഭംഗിയായിട്ടത് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ശരിക്കും ഡെമോ ആണ് കേട്ടോ. ഇത്രയും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ കണ്ടോ. ഇവിടെയൊക്കെ കുറേ കായുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ചെറിയ പ്ലാൻസ് നമ്മുടെ ആ ഓഫറിൽ അവൈലബിൾ ആണ്. 1, 2, 3, 4, 5, 6, 7 മേളിലോട്ട് നോക്കിയാൽ 8, 9, 10, 12 ബ്രാഞ്ച് ഒരു മാവിൽ തന്നെ ഉണ്ട്. ബ്രാഞ്ചിൻ്റെ എണ്ണം കൂടുന്നിടത്തോളം മാങ്ങയുടെ എണ്ണവും കൂടും കേട്ടോ. മാങ്ങ ഒരുപാടുണ്ടാവും. ഇതേ കണ്ടോ ചൈനീസ് കറിവേപ്പ് അത്ര ഞാൻ ആദ്യമായിട്ട് കാണുക. മണത്ത് നോക്കട്ടെ. ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഒരിക്കൽ കൂടി പാങ്ങപ്പാറ റോയൽ ഗ്രീൻ ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഞാൻ ഈ ഗാർഡനെ കുറിച്ച് വളരെ വിശദമായൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് ഇപ്പോഴും ആ വീഡിയോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോഴും ആ വീഡിയോ കാണുന്ന എല്ലാവരുടെയും കുറേ പേരുടെ കംപ്ലയിൻസ് എന്താ വെച്ചാൽ ഈ പ്ലാൻസിനൊന്നും പ്രൈസ് ഞാൻ പറഞ്ഞില്ല, പ്രൈസ് കാണാതെ വീഡിയോ ഇട്ട് എന്താ കാര്യം എന്നൊക്കെയാണ്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒന്നും കൂടെ ഇവിടെ കുറേ അധികം പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിക്കുക. പിന്നെ ഇവിടുത്തെ പ്ലാൻസിൻ്റെ വില പറയാനുള്ള ഡിഫിക്കൽറ്റി എന്താ വെച്ചാൽ ഇവിടുത്തെ പ്ലാൻസ് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ പ്ലാൻസ് മുതൽ വളരെ ഭീമൻ പ്ലാൻസ് വരെ ഉണ്ട്. അപ്പോൾ ഒരു റേഞ്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓരോ പ്ലാൻസിൻ്റെ വില പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഒഴിവാക്കാൻ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്തു. ഇവരുടെ തന്നെ മറ്റൊരു ഗാർഡൻ ഉണ്ട്. ഇവിടെ കാണുന്ന എല്ലാ പ്ലാൻസിൻ്റെയും ചെറിയ പ്ലാൻസ് അവിടെയുണ്ട്. ചെറിയ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ 2 അടി 3 അടി പൊക്കമുള്ള പ്ലാൻസ് ഒക്കെ ആ ഗാർഡനിൽ അവൈലബിൾ ആണ്. അവിടെ ഒരു കിടിലൻ കോംബോ ഓഫർ ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ കോംബോ ഓഫർ ഓൾറെഡി ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്നുകൂടെ കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത് അവിടെ കണ്ട ആ ചെറിയ പ്ലാൻസിൻ്റെ വലിയ പ്ലാൻസ് ആണ്, മദർ പ്ലാൻസ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ അതിൻ്റെ ചെറിയ പ്ലാന്റ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാം. ആ പേര് പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യാം. എല്ലാത്തിൻ്റെയും പ്ലാൻസ് ഔട്ട് അവൈലബിൾ ആണ്. കിടിലൻ ഓഫറാണ്, കോംബോ ഓഫർ. അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ മൊത്തം ചെടികൾ തന്നെ ഏകദേശം 1000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഓഫറാണത്. അപ്പോൾ അതൊന്നും കൂടെ കണ്ടു നോക്കൂ. അപ്പോൾ പുള്ളിയും കൂടെ എത്തിയിട്ടില്ല, അതിൻ്റെ ഓണർ വന്നിട്ടില്ല. ഞാൻ മാത്രമേ ഇപ്പോൾ ഈ ഗാർഡനിലുള്ളൂ. അപ്പോൾ എത്തുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ള കുറച്ച് പ്ലാൻസ് ഞാൻ കണ്ടു. നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പുള്ളി വരുമ്പോൾ ബാക്കി വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇത് ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ ഒരു ജബോട്ടിക്കാവയുടെ ഭംഗി കണ്ടോ, എന്ത് ഭംഗിയായിട്ടാണ് കാഴ്ച. ഇത് ജബോട്ടിക്കാവ എസ്കാർലറ്റ് എന്നൊരു വെറൈറ്റി ആണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അത്രയും കൃത്യമായിട്ട് തന്നെ മനസ്സിലായില്ല എത്രയാണെന്നുണ്ടോ. അതിൽ ഫ്രൂട്ട്സ് ഉള്ള അടിപൊളിയായിട്ടല്ലേ. ചോട്ടിൽ നോക്കിക്കേ, ഇത്തരം ബാരലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ. വളരെ പ്ലാന്റ് ആണ്. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, ഇവർ വീട്ടിൽ പോയിട്ട് ബാരലിൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുൾ സെറ്റപ്പ് ഇവർ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്. വലിയ വലിയ പ്ലാന്റ്സ് ബാരലിൽ സെറ്റ് ചെയ്തിരിക്കാം കണ്ടോ. ലോങ്ങനാണ്, പല ടൈപ്പ് ഓഫ് ലോങ്ങൻസ് ഉണ്ട്. ഈ ലോങ്ങനൊക്കെ കാഴ്ചയ്ക്കുന്നുണ്ട് കണ്ടോ. ഇതൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാരൽ കണ്ടോ. ഞാൻ ഇത്തരം ബാരലിലാണ് എൻ്റെ പ്ലാന്റ്സ് ഒക്കെ നട്ടിരിക്കുന്നത് കേട്ടോ. വീട്ടിൽ പലരും കണ്ടിട്ടുണ്ടാവും. ഇതും ജബോട്ടിക്കാവ തന്നെയാണ്. ഇത് ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞൊരു സമയമാണ് കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സ് ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഇതിനകത്ത്. ഇനി ഇവിടെ ഞാൻ ഫ്രൂട്ട്സ് കണ്ടത് ഇത് കണ്ടോ, അടിപൊളിയല്ലേ. ലീഫും ഫ്രൂട്ടും ഒക്കെ ഒരുപോലെ തന്നെ ഉണ്ട് കണ്ടോ. ഇവിടെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് സ്വീറ്റാണ്, വളരെ ഭംഗിയായിട്ട് കാഴ്ചയ്ക്കുന്നുണ്ട് കേട്ടോ. പുള്ളി വന്നിട്ട് പുള്ളിയുടെ സമ്മതത്തോടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ എന്തായാലും അടുത്ത് കഴിക്കുന്നില്ല, ഓണറില്ലാത്തല്ലേ കേട്ടോ. ഇവിടെയൊക്കെ കുറേ കായുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ചെറിയ പ്ലാൻസ് നമ്മുടെ ആ ഓഫറിൽ അവൈലബിൾ ആണ്. ഇതിവിടെ കണ്ടോ അമ്പഴം, എൻ്റെ പൊന്നെ എന്ത് കിടിലായിട്ട് നോക്കിയേ. ഇത് സ്വീറ്റ് അമ്പഴം എന്നാണ് പുള്ളി പറഞ്ഞേ. വലിയ അമ്പഴങ്ങ കണ്ടോ. ഇത് ഇവിടെ കണ്ടോ ഒരമ്പഴത്തെ എത്രയോ കായെന്ന് കണ്ടോ. ഇത് ഇവിടെ കുറേ നിൽക്കുന്നുണ്ട് കണ്ടോ. കിടു അല്ലേ. ഇവിടെ കണ്ടോ എന്തോരം വലിയ മരങ്ങളായി ബാരലിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ. മൾബറി, എന്ത് മൾബറിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നോക്കിയാൽ കുറേ കായ നിൽക്കുന്നുണ്ട്. ഇത് പ്രൂണിങ് ഒക്കെ കഴിഞ്ഞ് ഒത്തിരി കായ നിൽക്കുന്ന സമയം കേട്ടോ. പേരൊക്കെ അറിയണമെങ്കിൽ പുള്ളി വന്നിട്ട് തന്നെ ചോദിക്കണം കേട്ടോ. ഇത് കണ്ടോ
കിട്ടില്ലല്ലേ. ഇവിടെയും അമ്പഴം കുറേ കാച്ചു നിൽക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് സാധനം കേട്ടോ ഈ അമ്പഴം എന്ന് പറഞ്ഞാൽ, പ്രത്യേക സ്വീറ്റ് അമ്പഴം. അവിടെയും കുറേ നിൽപ്പുണ്ട് കണ്ടോ. യെസ്, ഇവിടെയൊക്കെ കണ്ടോ കുറേ വലിയ വലിയ പ്ലാന്റ്സ്. എനിക്ക് വേണം അധികവും ജബോട്ടിക്കാവയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വേറെ ഒന്ന് ഞാൻ പറയാൻ, ഈ നമ്മുടെ ഈ പറഞ്ഞ കോംബോ ഓഫറിനകത്ത് 200 രൂപ മുതൽ ജബോട്ടിക്കാവ അവൈലബിൾ ആട്ടോ. 200 കോംബോയിൽ തന്നെ ജബോട്ടിക്കാവ അവൈലബിൾ ആണ്. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് നമ്മുടെ ഓറഞ്ച് കുറേ കാച്ചു നിൽക്കുന്നുണ്ടോ. ഇതിവിടെ ലോങ്ങൻ, ഈ ലോങ്ങനിലും കുറേ ഫ്രൂട്ട് ഉണ്ട് കണ്ടോ, നിറച്ചുണ്ട് കണ്ടോ. ഇതൊക്കെ സെറ്റിങ്ങാണ് രസം. ഈ ബാരലിൽ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയും നമുക്ക് വീട്ടിലെ ടെറസിൻ്റെ മേളിലോ ഇത്തിരി സ്ഥലത്തൊക്കെ ഭംഗിയായിട്ടത് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ശരിക്കും ഡെമോ ആണ് കേട്ടോ. ഇത്രയും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ വലിയൊരു ബ്രാഞ്ച് മേളിൽ നിൽപ്പുണ്ട്. അതിൽ കുറേ കായുണ്ട് കണ്ടോ. ആവും, ഞാനിവിടെ നിന്ന് വാങ്ങിയ ലോങ്ങിനും കാച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ. എൻ്റെ വീഡിയോ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ഞാൻ. ഇവിടെ കണ്ട നല്ല വമ്പൻ മാവിനങ്ങൾ സാധാ ചട്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുക, ചെടിച്ചട്ടിയിൽ. ഇവിടെ കണ്ടോ, ഇവിടെ കണ്ടോ എന്ത് ഭംഗിയായിട്ട് മാവ് നിൽക്കണേന്ന്. ഇതൊക്കെ അത്യാവശ്യം വിലയുണ്ടാവും, നമുക്ക് വാങ്ങാൻ പറ്റിയ വിലയൊന്നും ആയിരിക്കില്ല. ഇതൊക്കെ തന്നെ ചെറിയ പ്ലാന്റ്സ് അവിടെ അവൈലബിൾ. അതാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. മല്ലിക, ഇതെല്ലാം മല്ലിക, വലിയ മാവൊക്കെ മല്ലിക കേട്ടോ. ഈ മല്ലികയും നമ്മുടെ കോംബോയിൽ അവൈലബിൾ ആണ്. ഇവിടെ ജബോട്ടിക്ക കിടിലൻ കളക്ഷൻ ഉണ്ട്, കുറേ അധികം വെറൈറ്റീസ് ഉണ്ട് ജബോട്ടിക്കാവയുടെ. ജബോട്ടിക്കാവ ഗ്രിമൽ എന്നൊരു സാധനം കാണുന്നുണ്ട്. ഇതും ഗ്രിമൽ തന്നെയാണ്. ഇതൊക്കെ ജബോട്ടിക്കാവ ഗ്രിമലാണ്. സബാറ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കായ്ക്കാൻ സമയമെടുക്കുന്ന സബാറയാട്ടോ. പക്ഷെ ഏറ്റവും ടേസ്റ്റ് ഉള്ളതും സബാറ എന്നാണ് പറയുന്നത്. സബാറയുടെ കുറേ കളക്ഷൻ ഉണ്ട് ഇങ്ങോട്ട്. ഇവിടെ ജബോട്ടിക്കാവ ഒബ്ലാങ്ക എന്ന് പറഞ്ഞ ടൈപ്പ്. ഈ ജബോട്ടിക്കാവയെ കുറിച്ച് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ മാത്രം സ്പെഷ്യലായിട്ട് ഒന്ന് കണ്ടു നോക്കാം. ഇതും ഇതൊക്കെ ജബോട്ടിക്കാവ ഒബ്ലാങ്കറ്റ കേട്ടോ. ഇത് കണ്ടോ വലിയൊരു സപ്പോർട്ട മരം വെറും കവറിലായിരിക്കുന്നുണ്ടോ. നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവച്ചാൽ നൂലിന് സപ്പോർട്ട കഴിച്ചു തുടങ്ങാം. ഇത് കുറേ കായുണ്ട് മേളിൽ കണ്ടോ, വലിയ മരം. അപ്പോൾ ഇതാണ് ഈ ഗാർഡൻ്റെ പ്രത്യേകത. എല്ലാ പ്ലാന്റ്സിൻ്റെയും വലിയ വലിയ ബിഗ് പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ വലിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാം. ഇവിടെ എന്നാൽ ഇതെല്ലാം അങ്ങനെ തന്നെ കയറ്റി കൊണ്ടുപോകാം. അടുത്ത ദിവസം തന്നെ വിളവെടുക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഇനി പുള്ളി വന്നതിന് ശേഷം നമുക്ക് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമ്മളൊന്ന് ഫ്രൂട്ട്സൊക്കെ കാണിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ആളെത്തിയിട്ടുണ്ട്. ഷിബു ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, പല വീഡിയോസിലും പരിചയപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോസിൽ എന്നെക്കാളും കൂടി വരുന്ന പുള്ളിയാണ്, കൂടുതൽ സംസാരിക്കുന്ന പുള്ളിയാണ് അല്ലേ. അതെ. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് മാവുകളുടെ സെക്ഷനിലാട്ടോ. ഇതൊരു പുതിയ സെക്ഷനാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത് ഉണ്ടായില്ല, ഇത് സെപ്പറേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്താണ്. ഇല്ലതൊക്കെ ബിഗ് മാവുകളാട്ടോ. കണ്ടോ, വലിയ മാവുകൾ ഒക്കെ കാഴ്ച മാവുകളാണ്. ഇതെല്ലാം കോട്ടൂർക്കോണം മാവിൻ്റെ കളക്ഷനാണ്. ഈ ഇരിക്കുന്ന മുഴുവൻ മാവുകളും കോട്ടൂർക്കോണമാണ്. ഞങ്ങൾക്ക് ഇവിടെ ട്രിവാൻഡ്രം ബേസിട്ടുള്ള മാങ്ങയില്ലേ, അപ്പം അധികവും നല്ല എൻക്വയറിയാണിത്. ഈ കോട്ടൂർക്കോണം മാങ്ങയെ കുറിച്ച് ഒരു പ്രത്യേക വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടു നോക്ക്, അപ്പോൾ അറിയാം അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ. ഇതെല്ലാം കായ്ച്ച മരങ്ങളാണ്. ഇതെല്ലാം ഓൾമോസ്റ്റ് 6 അടിക്ക് മുകളിലും പൊക്കമുള്ള വലിയ പ്ലാന്റുകൾ. ഇപ്പോഴും 1-2 മാങ്ങ ഇപ്പോൾ മാമ്പഴക്കാലം കഴിഞ്ഞിട്ട് മാങ്ങയുടെ സീസൺ കഴിഞ്ഞു, എന്നാലും 2 മാങ്ങ അവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് കോട്ടൂർക്കോണം മാങ്ങ കേട്ടോ. കിടിലൻ ടേസ്റ്റ് കേട്ടോ. ഒരു മാവിൻ്റെ ഓരോ മരങ്ങളുടെയും ക്വാളിറ്റി നോക്കിക്കേ, എന്ത് ഭംഗിയായിട്ടോ. നമ്മൾ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് ഉയരം കുറച്ച് വളർത്തുന്ന പ്ലാന്റുകളാണ് എല്ലാം. ഇതൊക്കെ എല്ലാം കവറിലുള്ള കേട്ടോ. അതെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വില എന്ന് പറഞ്ഞാൽ വമ്പൻ വില തന്നെയായിരിക്കും. അതിൻ്റെ ക്വാളിറ്റി ആണെന്ന് നമുക്കറിയാം. 350 രൂപ മുതൽ വിലയുണ്ട്. 350 മുതൽ 750 ഉണ്ട്, 1000 ഉണ്ട്, 1500 ഉണ്ട്, 2000 ഉണ്ട്, പല റേറ്റിനും ഉണ്ട് മാവുകൾ. വില പറഞ്ഞില്ല, കാരണം ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം ഇതിൻ്റെ ഒക്കെ തന്നെ ചെറിയ മാവ് ഞാൻ പറഞ്ഞ കോംബോയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെടുന്നോ അത് അന്വേഷിച്ചാൽ മതി. ചെറിയ മാവ് പുള്ളി അറേഞ്ച് ചെയ്ത് തരും. കാലാപ്പാടിയുടെ ഇതെല്ലാം ഈ ഇരിക്കുന്ന മുഴുവനും കാലാപ്പാടിയാണ്. കാലാപ്പാടിയുടെ ഇതുണ്ട്, ഇതിൻ്റെ അടുത്ത സൈസ് ഉണ്ട്, അതിലും വലുതിരിപ്പുണ്ട്, ഇനി അതിലും വലിയ പ്ലാന്റും ഉണ്ട്. നല്ല കട്ട് ചെയ്ത് ബുഷാക്കി വെച്ചിരിക്കുന്ന പ്ലാന്റുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകത കണ്ടില്ലേ, ഇത്രയും ചെറുതിലെ തന്നെ നിറച്ച് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും മാവ്. അധികവും ഞങ്ങളുടെ അടുത്ത് പൂത്ത തൈകൾ തന്നെ ഇപ്പം നിലവിലുണ്ട് സ്റ്റോക്ക്. കാലാപ്പാടി ശരിക്കും ഓൾ സീസൺ അല്ലേ? അതെ, ഒരു 3 ടൈം ഒക്കെ കായ്ക്കും. എൻ്റെ വീട്ടിൽ പറഞ്ഞുണ്ട് കാലാപ്പാടി. ഇതെല്ലാം മുഴുവൻ കാലാപ്പാടിയാണ്. ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു 70 വെറൈറ്റി മാംഗോസ് ഉണ്ട്, ചെറുത് മുതൽ വലുത് വരെ. അത്യാവശ്യം നല്ല കളക്ഷൻ. മാവുകൾ മാത്രമായിട്ടൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതെ. ഇനി മാവ് അങ്ങോട്ടിരിക്കണതോ? മാവാ, അതൊക്കെ നമ്മുടെ നാട്ടുമാവാണ്. ഈ ഇരിക്കുന്ന നമ്മുടെ ഈ ഉയരമുള്ള ഈ വലിയ മാവുകളൊക്കെ 1000 രൂപയേ ഉള്ളൂ. വലിയ മാവുകളൊക്കെ 800 മുതൽ വലിയ പ്ലാന്റുകൾ
കണ്ടോ ഇതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ടോ? വലിയ പ്ലാന്റുകളാണ് ഈ മാവിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി നോക്കിയേ. എന്നോട് ചോദിക്കുന്നതോട് എപ്പോഴും ഞാൻ പറയാനുള്ള ഒരു കാര്യമാണ്, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. എപ്പോഴും നമ്മൾ വീട്ടിൽ ഡ്രമ്മിലൊക്കെ അല്ലെങ്കിൽ ബാരലിൽ വെക്കാൻ ഉദ്ദേശിക്കുമ്പോൾ വലിയ മാവുകൾ അല്ലെങ്കിൽ വലിയ മരങ്ങൾ മാത്രം വെക്കാം, പെട്ടെന്ന് റിസൾട്ട് കിട്ടും. എല്ലാം ബഡഡ് ആണ്, ഇത് ഗ്രാഫ്റ്റ് ഒന്നുമല്ല, എല്ലാം ബഡ് ചെയ്ത മാവുകളാണ്. ഈ ഇരിക്കുന്ന മുഴുവൻ മാവും ബഡ് ചെയ്തതാണ്, എല്ലാം നാട്ടുമാവാണ്. ഇതെന്താ വെറൈറ്റി? അത് എല്ലാം നാട്ടുമാവാണ്, എല്ലാം വലിയ പ്ലാന്റുകളാണ്. എന്ത് ലഷ് ഗ്രീൻ ആണ് നോക്കിയേ. അതാ ഞാൻ പറഞ്ഞേ ക്വാളിറ്റി, അതാ ഇവിടുത്തെ ഒരു മുഖമുദ്ര കേട്ടോ. അതാ വീണ്ടും ഒരു മാവിൻ്റെ സെക്ഷൻ കേട്ടോ. നിങ്ങളുടെ പുള്ളി മാവിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അല്ല, മാവാണ് ഞങ്ങൾക്ക് കൂടെ ഏറ്റവും കൂടുതൽ എൻക്വയറി. അതല്ലേ? ആ, ഈ കാണുന്ന മുഴുവൻ നാംഡോക്ക് മൈയാണ്, ഈ ഇരിക്കുന്ന മുഴുവനും. ഈ പ്ലാന്റൊക്കെ ഇവിടെ കായ്ച്ചു കഴിഞ്ഞ പ്ലാന്റുകളാണ്, ആ കനം കണ്ടറിയാൻ പറ്റും. അതായത് ചുരുക്കം പറഞ്ഞ നാംഡോക്കുമായി ഇപ്പം നമ്മളടുത്ത് ഈ പ്രായം മുതൽ വലിയ കാഴ്ച മരങ്ങൾ വരെ നിലവിലുണ്ട്. ചെറുതിന് ഇതൊക്കെ ഒരു 420 രൂപ, 400 രൂപ. എനിക്കൊരു നാംഡോക്ക് മൈ വേണം, ഞാൻ മേടിച്ചോളാം വന്നു കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡിങ് ഇതൊക്കെ ഇപ്പോൾ വന്ന പുതിയ സ്റ്റോക്കാണ്. പ്ലാൻ നോക്കി ഇങ്ങനെ ഉണ്ടെന്ന്. ഈ പ്ലാന്റ്സ് ഒക്കെ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ മൊത്തത്തിലെ പ്ലാന്റ്സിന്റെ ഹെൽത്ത് ഒക്കെ അടിപൊളിയാണ്. നല്ല നല്ല ബ്രാഞ്ചായി നല്ല ഷേപ്പായ മരങ്ങളല്ലേ. ഇതുണ്ട്, ഇതിൽ ഒന്നിൽ തന്നെ എത്ര ബ്രാഞ്ച് ആയതാണ്? 5 ബ്രാഞ്ച്. അടിപൊളി. പിന്നെ ഇതേ കുളമ്പിന്റെ വലിയ പ്ലാന്റുകൾ നോക്ക്, എല്ലാം ഇതൊക്കെ ഒത്തിരി ഇരിപ്പുണ്ട്. കുളമ്പ് ഈ കാണുന്ന ഈ പുറകിൽ നിന്ന് ഈ അറ്റം വരെയും കുളമ്പാണ്. അവിടെ നിന്നായിരിക്കുന്ന വലിയ മാവുകളെല്ലാം 4 kg ആണ്. ഇതെല്ലാം 4 kg മാംഗോ. ഈ 4 kg പറയാൻ കാരണം 4 കിലോ ഉണ്ടാവും. അമേരിക്കൻ പൾമർ, ഇതെല്ലാം 4 kg. അമേരിക്കൻ പൾമറാണ്, പൾമർ മാംഗോ. ഇങ്ങനെ പോവാം. എൻ്റെ പൊന്നെ, ചന്ദ്രക്കാരൻ ഇരിപ്പുണ്ട്. ഇനി കിറന്ന പിന്നെ വലിയ ഗോലക്കിൻ്റെ വലിയ കാഴ്ച പ്ലാന്റുകളകത്ത് നിറച്ചിരിപ്പുണ്ട്. വെങ്ങനപ്പള്ളി, ചന്ദ്രക്കാരൻ, റഫായിട്ട് പറയാനേ മാർഗമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എന്ത് തരം മാവ് വേണോ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ, അതെനിക്ക് പറയാനുള്ളൂ. എന്ത് തരം മാവ് ഏത് സൈസിൽ വേണോ ഇങ്ങോട്ട് പോര്. വിത്ത് മാംഗോ ആണെങ്കിൽ അങ്ങനെ കിട്ടും, കാക്കയാത്താണെങ്കിൽ അങ്ങനെ കിട്ടും. എല്ലാ റേഞ്ചും അവൈലബിൾ ആണ്. ഞാൻ വീണ്ടും പറയുക, നമ്മുടെ കോംബോ ഓഫറിലേക്ക് നോക്കും, അവിടെയും കുറേ അധികം മാവുണ്ട് അതിനകത്ത്. സീറ്റ് പ്രിൻസസ്, വെങ്ങനപ്പള്ളി എല്ലാം വലിയ പ്ലാന്റുകളാണേ. മൽഗോവ, മൽഗോവ സൂപ്പർ അല്ലേ? മൽഗോവ അടിപൊളി. ഇതിൻ്റെ പ്രത്യേകത ഞങ്ങളുടെ കുറേ ബ്രാഞ്ചസ്. ഇത് എങ്ങനെയാണ് ആക്കിയെടുക്കും? നിങ്ങൾ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്തെടുക്കും അല്ലേ? ഇങ്ങനെ ഏതാണ്? അതെ അതെ, ഇതെല്ലാം പ്രൂൺ ചെയ്ത് 1 2 3 4 5 6 7 മേലോട്ട് നോക്കിയാൽ 8 9 10 12 ബ്രാഞ്ച് ഒരു മാവിൽ തന്നെ. ബ്രാഞ്ചിന്റെ എണ്ണം കൂടുന്നിടത്തോളം മാങ്ങയുടെ എണ്ണവും കൂടും. മാങ്ങ ഒരുപാടുണ്ടാവും. ഈ ഇരിക്കുന്ന വലിയ പ്ലാന്റ് എല്ലാം ദസരിയാണ്. ദസരിയുടെ വലിയ ദസരി മാംഗോ. ദസരി മാംഗോ കേട്ടോ ഈ വലുതെല്ലാം. ഇതെല്ലാം ദസരി മാംഗോയാണ്. അരോമ, അരോമ മാംഗോ, അരോമ, ബ്ലാക്ക് ആൻഡ് റോസ്. ഇതെല്ലാം ബ്ലാക്ക്. മതി മതി പോയ്ക്കോ, മാങ്ങ മതി, മാവ് മതി. അൽഫോൺസ. ഇതെല്ലാം കൂടെ ഒരു വീഡിയോ കൊള്ളിക്കാൻ പറ്റില്ല. വെള്ളരി, കോഴിക്കോളാൻ പറഞ്ഞു. സിന്ദൂർ. മതി. ഇനി പറയാൻ നിന്നാലേ ഈ അങ്ങറ്റം വരെ പോകേണ്ടി വരും മാവിന് വേണ്ടിയിട്ട്. മാവിന്റെ ബഹളമാണ്. ഞാൻ മാവിനെ ഒന്ന് ഓടിച്ച് കാണിക്കാൻ പോകുന്നു. അതെ, പേരൊക്കെ നിങ്ങൾ പറഞ്ഞില്ല, ഏതുതരം മാവാണെന്ന് ചോദിച്ചാൽ മതി. സൂപ്പർ ക്യൂൻ. സൂപ്പർ ക്യൂൻ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സാധനം. സൂപ്പർ ക്യൂൻ ട്രെൻഡിങ് ആണ്. ഇതിന്റെ ചെറിയ പ്ലാന്റ് പോലെ വലിയ പ്ലാന്റ് വിലയുണ്ടല്ലേ? അതെ അതെ. റെഡ് ഐവറി, കാറ്റിമോൺ. ഇതാണ് കാറ്റിമോൺ അല്ലേ? ഇവിടെ ഈ കാണുന്നില്ലേ, ഇവിടെ നിന്ന് ആ ലാസ്റ്റ് എൻഡ് വരെയും കാറ്റിമോണാണ്. ഈ വലുതല്ല, ഇത് ഈ റൈറ്റ് സൈഡ് മുഴുവൻ, അത് മുഴുവൻ ആർട്ടുവിറ്റുമാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് കേട്ടോ കാറ്റിമോൺ. എല്ലാ സൈസിലും അവൈലബിൾ. അങ്ങ് അറ്റം വരെ ഇരിക്കുന്ന മൊത്തം കാറ്റിമോൺ കേട്ടോ. അതെ, തോട്ടാപുരി, ചാങ്ഡിയാങ്, ബനാന. ഈ റോ മുഴുവനും ബനാനയാണ്, ബനാന മാംഗോ. ഇത് മുഴുവൻ മല്ലികയാണ്. ഇത് മുഴുവൻ കേസറാണ്. ഇവിടെ നിന്ന് അറ്റം വരെ. ഇവിടെ നിന്ന് മുഴുവൻ കർപ്പൂരമാണ്. ഇത് വീണ്ടും തായ്ലൻഡ് യെല്ലോ ബനാന മാംഗോ ഉണ്ട്. ഇത് മൂവാണ്ടനാണ്. ഈ വലുത് എല്ലാം അങ്ങോട്ട്. എനിക്കിത് കാണാൻ മടുപ്പൊന്നുമില്ല, എത്ര കണ്ടാലും മടുക്കൂല. പക്ഷേ വീഡിയോയിൽ എങ്ങനെ ഉൾക്കൊള്ളിക്കുന്ന പ്രശ്നം. വന്ന ചെടികളാണോ? മറ്റേ ഓളൂർ എന്ന് പറയുന്ന മാങ്ങയാണ്. ഓളൂർ ഇപ്പോൾ വന്നതേ ഉള്ളൂ. അതൊന്നും ക്ഷീണം മാറിയിട്ടില്ല. ഇതൊക്കെ ഹോം ഗ്രൗണ്ടിൻ്റെ മറ്റേ നാട്ടുമാവ്, ചക്കര എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ചക്കരമാവ്. ഇവിടെ എല്ലാം കോട്ടൂർക്കോണത്തിന്റെ സെക്ഷൻ ആട്ടോ. അതെ അതെ, മുഴുവൻ കോട്ടൂർക്കോണമാണ്. അതാ കോട്ടൂർക്കോണത്തിനും കോൺസെൻട്രേറ്റ് സെയിലാണ്. നമുക്ക് കോട്ടൂർക്കോണം എത്ര വെച്ചാലും തികയത്തില്ല. ഒന്നും അതിന് ഒരു മാങ്ങയ്ക്ക് കേടില്ല. മാങ്ങ പറ്റതുപോലെ ബാഗ് ചെയ്യണ്ട, സിപ്പ് ബാഗ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒന്നും പുഴുക്കുത്തോ ഡാമേജോ ഒന്നും വരാറില്ല. മാക്സിമം മാങ്ങ കിട്ടുകയും ചെയ്യും. നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. അതെ അതെ, കോട്ടൂർക്കോണം നല്ല സെയിലാണ് എപ്പോഴും. എന്താ ഗംഗാബോണ്ടം? ഗംഗാബോണ്ടം ഉണ്ട്. DJ സമൃദ്ധി,
വലിയ തെങ്ങുകൾ കായ്ക്കാറായ തെങ്ങുകൾ തന്നെ ഉണ്ട് ഇവിടെ. കായ്ക്കാറായത് കൊണ്ടുവച്ചാൽ കായ്ക്കും. അതെ, ഇവിടെ കുറേ തെങ്ങിരിപ്പുണ്ടേ. ഇവിടെ പ്ലാവുകളുടെ മാത്രം വിശാലമായ കളക്ഷനാണ്. അത് അങ്ങോട്ട് നോക്കിക്കേ, മൊത്തം പ്ലാവുകളാണ്, ഒക്കെ കാച്ച പ്ലാവുകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും റേഞ്ച് അങ്ങനെ തന്നെയാണ്. 200 രൂപ മുതൽ പ്ലാവ് അവൈലബിൾ ആണ്. പക്ഷേ ഹയസ്റ്റ് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 5000 രൂപ ഉണ്ടാവും അല്ലേ? 5000 രൂപ വരെ ഉണ്ട്. 5000 വലിയ പ്ലാന്റ് വരെ ഉണ്ട്. അതെ അതെ. ഇതൊക്കെ ചെമ്പടാക്കിന്റെ പുതിയ വെറൈറ്റി, ചെമ്പടാക്കി ചീനി. യെസ്, ചെമ്പടാക്ക്. അതെ അതെ, ചെമ്പടാക്കി ചീനി പുതിയ വെറൈറ്റിയാണ്. ഓക്കെ. ഇതുണ്ട്. പിന്നെ ഇതിനകത്ത് ഇതെല്ലാം വിയറ്റ്നാം സൂപ്പർ എയർലിയാണ് ഇരിക്കുന്ന മുഴുവൻ പ്ലാന്റുകളും. അധികവും ഏറ്റവും കൂടുതൽ സെയിലുള്ള പ്ലാന്റ് വിയറ്റ്നാം സൂപ്പർ എയർലിയാണ്. ഓക്കെ. ഇത് പഴയ നമ്മുടെ ആദ്യകാലത്തുള്ള ചെമ്പടാക്കുകൾ. ഈ ചെമ്പടാക്ക പ്ലാവിന്റെ ഇലയുമായിട്ട് അതെ അതെ ലീഫ് നോക്കിക്കേ. അതെ, ചക്കയുടെ ചക്ക പോലെ ഇരിക്കും. അണിച്ചക്ക പോലെ ഉണ്ടാവും. അതെ അതെ, ഉള്ളു. ഇതൊക്കെ ചെമ്പടാക്കാണ്. ഇതിന്റെ പുറകിലോട്ടിരിക്കുന്നതൊക്കെ തേൻവരിക്ക പ്ലാവുകളാണ്. തേൻവരിക്കയുടെ വലിയ പ്ലാന്റുകളാണ്. ഇവിടെ ഇപ്പോൾ അതെല്ലാം വലിയ ഒരു 5 പേരോളം പിടിച്ചാലേ ഈ പ്ലാവുകൾ അനങ്ങത്തുള്ളൂ. 10-ആം മുട്ടം വരിക്ക, നങ്കടാക്ക്. അത് നങ്കടാക്കാണ്. ഇത് നങ്കടാക്കാണ്. തേൻ വരിക്ക, ഈ വലിയ പ്ലാന്റ് കായ്ച്ചതാണ് തേൻ വരിക്ക. സീഡ്ലെസ് ആണ് ഇതെല്ലാം. ഹോം ഗ്രൗണ്ട് സീഡ് ഫ്രീ ജാക്ക് ഫ്രൂട്ട്. എല്ലാം ടാഗുണ്ട്. ടാഗ് പ്രായം എല്ലാം ഹോം ഗ്രൗണ്ട് അധികവും പ്ലാന്റുകളെല്ലാം ഹോം ഗ്രൗണ്ട്. സീഡ് ഫ്രീ ജാക്ക്. ഇത് കംബോഡിയൻ ഓറഞ്ച് ജാക്ക്. ഇതൊക്കെ കായ്ക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ആൾക്കാർ വാങ്ങിപ്പോകും വലിയ പ്ലാന്റുകൾ. കംബോഡിയൻ ഓറഞ്ച് ജാക്ക്. കംബോഡിയൻ ഓറഞ്ച് അല്ലേ? അതെ അതെ. ഇത് അവിടെ ചക്ക വലിയ പിടിച്ച് കിടക്കുന്നത്. ഇത് അധികവും ചക്ക കാണും ഇതിനകത്തൊക്കെ. യെസ്, നല്ലൊരു ചക്കയുണ്ട് അവിടെ. കണ്ടോ, കംബോഡിയൻ ഓറഞ്ച് ജാക്കോ? കംബോഡിയൻ ഓറഞ്ച് ജാക്ക്. ഇത് ഇതെല്ലാം കായ്ച്ചിട്ടുണ്ട്. കംബോഡിയൻ ഓറഞ്ച് ജാക്ക് നല്ല ചക്കയാണ്. ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു ചക്ക കിട്ടിയതാണ് അവിടെ. നല്ല ഫ്ലവർ. അതെ അതെ, ഇതിന് ആരോഗ്യം കൂടുതലാണ്. ഈ ചെടിക്ക് പൊതുവേ നല്ല ആരോഗ്യമാണ്. ചിലപ്പോൾ ഞാൻ തട്ടുമോ? ഇതെല്ലാം ഗംലെസ്സും സീഡ് ഫ്രീയും ആണ് ഇരിക്കുന്ന മുഴുവൻ പ്ലാവുകളും. ഈ വലിയ പ്ലാന്റുകളെല്ലാം സീഡില്ലാത്ത. 10-ആം മുട്ടം ജാക്ക്. 10-ആം മുട്ടം വരിക്ക. ലീഫിനൊരു വ്യത്യാസമുണ്ട്. കണ്ട, ലൈനിങ് എല്ലാം കറക്റ്റ് കാണാൻ പറ്റും. മറ്റു പ്ലാവ് പോലെയല്ല, ഭംഗിയാണ്. 10-ആം മുട്ടം തിരിച്ചറിയാൻ പറ്റിയൊരു മാർഗ്ഗം കേട്ടോ. ശരിക്കും ഓർണമെന്റൽ പ്ലാന്റ് പോലെ ഉണ്ട്. ലീഫ് കണ്ടിട്ട് നമ്മുടെ ക്രോട്ടൺസിലേക്ക് മൊത്തം അടിപൊളി കേട്ടോ. തായ്ലൻഡ് റെഡ് ജാക്ക്. ഈ ഇരിക്കുന്ന മുഴുവൻ പ്ലാവുകളും തായ്ലൻഡ്. 8 അടിയോളം പൊക്കമുള്ള പ്ലാന്റ് വരെ ഉണ്ട്. ആ വലിയ പ്ലാന്റൊക്കെ. ഇതിന്റെ ഹൈറ്റ് കണ്ടോ? തായ്ലൻഡ് ഇത് 8 അല്ല, ഒരു 10 അടി ഉണ്ടാവും. എനിക്ക് തന്നെ 6 അടി കൂടുതലുണ്ട്. അത്രയില്ലേ? 10 അടി ഉണ്ടാവും. തായ്ലൻഡ് റെഡ് ജാക്ക്. തായ്ലൻഡ് റെഡ് അല്ലേ? ഇതൊക്കെ കണ്ടോ, വളരെ ചെറിയ കവറുകളിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് കൊണ്ട് വീട്ടിൽ വെക്കാം കേട്ടോ. ഇങ്ങനെ പൊക്കി എടുത്തിട്ട് എങ്ങനെ സെറ്റ് ചെയ്യുന്ന വെച്ചാൽ പുള്ളി വന്ന് സെറ്റ് ചെയ്ത് തരും. നേരത്തെ ഞാൻ പറഞ്ഞു. അതെ അതെ, ഞങ്ങൾക്ക് പ്ലാന്റേഷൻ ഉണ്ട്. അതെ, ഇതെല്ലാം ഡെങ് സൂര്യ. നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ പൊട്ടിംഗ് മിക്സ് ഉൾപ്പെടെ സെറ്റ് ചെയ്യും. അതെ അതെ, പൊട്ടിംഗ് മിക്സ്. ഡ്രം ആണെങ്കിൽ ഡ്രം, അല്ല പ്ലോട്ട് ആണെങ്കിൽ ഇപ്പം 50 1 ഏക്കറോ അങ്ങനെയാണെങ്കിൽ ആ പ്ലോട്ട് തന്നാൽ മതി. വൃത്തിയാക്കി നമ്മൾ ചെയ്ത് തിരിച്ച് ഹാൻഡ് ഓവർ ചെയ്യും. അങ്ങനെ ഉണ്ട്. വളങ്ങൾ ബാക്കിയെല്ലാം ഞങ്ങൾ തന്നെ കൊണ്ടുപോകും. ഇതൊക്കെ സിദ്ധു ജാക്ക്. സിദ്ധുവിൻ്റെ വലിയ പ്ലാന്റുകളൊക്കെ ഉണ്ട്. സിദ്ധു ജാക്കിൻ്റെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പൊളിക്കായിരുന്നു. അതെ അതെ, ഇതെല്ലാം കൊണ്ടുവച്ചിട്ട്. സിദ്ധു ജാക്ക്. ഇതെല്ലാം J33 ഇരിക്കുന്ന മുഴുവനും J33 ആണ്. ഇതെന്താ? J33 എല്ലാം. പിന്നെ ഇതെല്ലാം നല്ല കിഡിലൻ പ്ലാന്റ്സ് ആട്ടോ. ആ തൈകളുടെ ഒക്കെ ഒരു ഭംഗി കണ്ടോ, സെറ്റപ്പാണ്. ഇതൊക്കെ AVR. ഈ ഉയരമുള്ളതൊക്കെ AVR ജാക്ക്. ഒരു 5 അടി, ഒരു 5 അടി 6 അടിക്കകത്തുള്ള പ്ലാന്റ് വരെ AVR ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ AVR ജാക്ക്. ഇതോ? ഇത് മറ്റേ സിന്ദൂർ ജാക്ക്. ഒരു ഇതിനൊക്കെ ഒരു 1000 രൂപ. 7 അടി പൊക്കത്തിൽ 1000 രൂപ കേട്ടോ. 7 അടി പൊക്കമുണ്ട്. 1000 രൂപ കൊണ്ടുവച്ചപ്പോൾ തന്നെ കാച്ചു തുടങ്ങുകയും ചെയ്യും. അതെ അതെ. ഇതൊരു ചുങ്കപ്പുര സോഫ്റ്റ്, നമ്മുടെ കൂഴച്ചക്ക. കൂഴച്ചക്ക അല്ലേ? കൂഴച്ചക്ക ഇപ്പോഴും വാങ്ങുന്നുണ്ടോ? ഇല്ല, അതുകൊണ്ട് ആകെ ഒരു 10 പീസ് തന്നെ ഉള്ളൂ. ആരും വാങ്ങാറില്ല. ചുങ്കപ്പുര സോഫ്റ്റ്. സോഫ്റ്റ് എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കും. അതെ അതെ. അപ്പോൾ എന്തായാലും പ്ലാവിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം കേട്ടോ. അടുത്ത് റംബുട്ടാൻ്റെ സെക്ഷൻ കേട്ടോ. പോര്. N18. എത്ര ടൈപ്പ് റംബുട്ടാൻ ഉണ്ട് ഇവിടെ? ഇപ്പോൾ ഒരു 10ഓളം വെറൈറ്റി കാണും. 10ഓളം വെറൈറ്റി റംബുട്ടാൻ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. N18 ഉണ്ട്, E35 ഉണ്ട്, E35, റോങ്റിയാൻ ഉണ്ട്, സീസർ, മഹാരിക, മൽവാന, പിന്നെ പുതിയൊരു സാധനം HG ഡാലി ബാലി. അതൊക്കെ ഇതെല്ലാം റംബൂട്ടാൻ ഹോം ഗ്രൗണ്ട് തന്നെയാണ്. എല്ലാ റംബൂട്ടാനും ശരിക്കും പറഞ്ഞാൽ 10ഓളം വെറൈറ്റി റംബൂട്ടാൻ. നിങ്ങൾ ഏതുതരം റംബൂട്ടാൻ ഉണ്ടെങ്കിലും അന്വേഷിച്ചാൽ മതി കേട്ടോ. നമ്പറിൽ വിളിച്ച് നോക്കിയാൽ മതി. സ്കൂൾ ബോയ് ഉണ്ട്. സ്കൂൾ ബോയ്. ഇതല്ല, E35ൻ്റെ വലിയ പ്ലാന്റുകളാണ്. ഇതെല്ലാം തന്നെ കാഴ്ച തുടങ്ങിയ പ്ലാന്റുകളാട്ടോ. E35 ഉണ്ട്. N18 ഇവിടെ നിന്ന് മുഴുവൻ അങ്ങറ്റം വരെ N18 ആണ് ഇരിക്കുന്നത്.
ഈ 3 ലൈൻ ഇരിക്കുന്നത് മുഴുവനും മഹാരികയാണ്. മഹാരിക ഇതിലുള്ള N18 എൻ്റെ ഇതല്ലേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണുന്നൊക്കെ സ്കൂൾ ബോയ് ഇരിപ്പുണ്ട്. ഇതെല്ലാം മുഴുവൻ സ്കൂൾ ബോയ് റംബൂട്ടാൻ്റെ റേഞ്ച് എങ്ങനെയാണ്? നമ്മുടെയൊക്കെ ഉയരം ഉള്ളത് സാധാരണ ഇവിടെ കൊടുക്കുന്നത് 800 രൂപ. ഒരാളുടെ പൊക്കമുള്ളത്. കുറച്ചുകൂടെ വലിപ്പമുള്ളതൊക്കെ 1000 രൂപ. വലിയ കായ്ക്കാറായ വലിയ പ്ലാന്റ് കുറച്ച് ബ്രാഞ്ചൊക്കെ ചെയ്ത് ഷേപ്പ് ആക്കിയത്. ഇവിടെ കായ്ക്കുന്ന മരങ്ങളും ഉണ്ടായിരുന്നു, ഇടയ്ക്കൊക്കെ കാണും. ഇതൊക്കെ കണ്ടോ എന്ത് കിടിലൻ മരങ്ങളാണെന്ന്. ഇവിടെ ഒന്നുകൂടെ നോക്കി, ഈ തറയുടെ ഭംഗി നോക്കിക്കേ. നമ്മൾ വീടൊക്കെ സൂക്ഷിക്കുന്നല്ലേ ഉള്ളൂ സൂക്ഷിക്കുന്നല്ലോ ഇവിടെ. നമ്മുടെ ഇവിടെ നിറച്ച് കാച്ചിക്കുന്നുണ്ട്. പച്ചക്ക എടുത്തു അല്ലേ? കാച്ചൊന്നും കാണിക്കാൻ പുള്ളി പച്ചക്ക എടുത്തിട്ടൊന്നും കേട്ടോ, വേണ്ടായിരുന്നു. അപ്പോൾ റംബൂട്ടാൻ്റെ സെക്ഷൻ കഴിഞ്ഞു അല്ലേ? അതെ അതെ. ഇത് ഞങ്ങൾ ഓടിച്ച് കാണിക്കാം കേട്ടോ. മുമ്പ് ഞാൻ വളരെ വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കും. അതുകൊണ്ടൊന്ന് കണ്ടോ കൂട്ടോ വേണമെന്നുള്ളവർ. പേരല്ലേ? പേര് അകത്ത് ഒത്തിരി ഉണ്ട്, ഇവിടെ വെച്ചേക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇവിടെ കുറച്ച് പേര വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, കണ്ടു നോക്ക്. VNR പേരയുണ്ട്, പിന്നെ മറ്റേ ഹോം ഗ്രൗണ്ട് തന്നെ ക്രിംസൺ റെഡ്. ഇത് യെല്ലോ കളർ ആയിരിക്കും. റെഡാണ്, ഫുൾ റെഡാണ്. കളർ മങ്ങിയതാണ്, വെയിൽ കൊണ്ട് മങ്ങി. അത്യാവശ്യം നമ്മളത്രയും പൊക്കമുള്ള പ്ലാന്റുകളുണ്ട് നിലവിൽ. തായ്വാൻ പിങ്ക് പേര ഒരു ഓൾ ടൈം പേര്. തായ്വാൻ പിങ്ക് ഒക്കെ എന്തെല്ലാം ഏതാണ്? 700 രൂപ. 650 രൂപയ്ക്ക് കൊടുക്കും. അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ്. അതിൻ്റെ കൂടെ തന്നെ പറയാം, വന്നു കഴിഞ്ഞാൽ എൻ്റെ പേര് പറയാൻ സാർ ഡിസ്കൗണ്ട് തരും. അതെ അതെ, തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് കിട്ടും, ചോദിച്ചു മേടിച്ചാൽ മതി. ഇത് അടുത്ത സെക്ഷൻ ആട്ടോ. ഇവിടെ മൾട്ടി ഗ്രാഫ്റ്റഡ് മാംഗോ കുറേ ഉണ്ട് കേട്ടോ. അതെ അതെ. ഇതിൽ എത്ര ഐറ്റം ഉണ്ട്? ഒരു 1 2 3 4. അതെ അതെ അല്ലേ. ഇതൊക്കെ കണ്ടോ എത്ര വെറൈറ്റിയാണ് ഗ്രാഫ്റ്റ് ചെയ്തത്. ഓരോന്നോട് ബോർഡ് 5 6 ഇപ്പം ശരാശരി 6ഓളം പ്ലാന്റുകൾ, നല്ല പ്ലാന്റുകളുണ്ട് അതിനകത്ത് ഗ്രാഫ്റ്റ് പിടിച്ചത്. ചന്ദ്രക്കാരനുണ്ട്, പ്രിയൂരുണ്ട്. അതെ, നാംഡോക്കുമായി കാണും. ഇതിലെല്ലാം ചെയ്തിരിക്കുന്നത് റൂട്ട് സ്റ്റോക്ക് ഇട്ടേക്കുന്നത് റെഡ് പൾമർ മാംഗോ ആണ്. പൾമർ മാംഗോയിലാണ് മെയിൻ സ്റ്റം ഇട്ടേക്കുന്നത്. എല്ലാം പൾമറിൻ്റെയാണ്. ഈ ഒരു കൊമ്പ് എല്ലാത്തിലും ഇങ്ങനെ മാറ്റിയിട്ടിട്ടുണ്ട്. ഈ ഇത് വേണ്ട, അത് പൾമർ ആയിരിക്കും. എപ്പോഴും ഇതിനെ കുറച്ച് താഴ്ത്തി വളർത്താവുള്ളൂ, ബാക്കിയെല്ലാം വളർത്തിയ ശേഷമാണ് അതിനെ വളർത്തിയെടുക്കുന്നത്. എല്ലാം ഉണ്ട് അത്യാവശ്യം. നാംഡോക്കുമായി, റെഡ് ഡ്രാഗൺ മാംഗോ, കൊളംബ്, ചന്ദ്രക്കാരൻ, പിന്നെ ബനാന മാംഗോ. ഇതിന്റെ ഗുണം എന്താ വെച്ചാല് ഒരു മാവ് നട്ടാൽ മതി 5 6 മാങ്ങ കഴിക്കാട്ടോ. അത്ര അധികം കിട്ടില്ലെങ്കിലും നമുക്ക് ആവശ്യത്തിന് ഒരു സന്തോഷം. മദർ പ്ലാന്റ് കൊണ്ട് വലുത് കണ്ടില്ലായിരുന്നു അവിടെ. അങ്ങോട്ട് ഒന്ന് പോവാം. ഈ സെക്ഷനിൽ അതാട്ടോ. പിന്നെ കുറച്ച് അധികം വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകളുണ്ട് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് എത്ര വെറൈറ്റി ഉണ്ട് ഇവിടെ? ഇപ്പോൾ 2 എണ്ണേ ഉള്ളൂ. അമേരിക്കൻ ബ്യൂട്ടിയും ഇസ്രായേലല്ലോ 200 രൂപ. കണ്ടോ ഡ്രാഗൺ ഫ്രൂട്ട് 2 വെറൈറ്റി ഉണ്ടെന്നാ പറഞ്ഞത്. 100 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 100 രൂപ മുതൽ. അമേരിക്കൻ റെഡും ഇസ്രായേലല്ലോ. ഓക്കെ ഓക്കെ. ഇതൊക്കെ നമ്മുടെ കെപ്പൽ ഫ്രൂട്ടുകളാണ്. പൂത്ത് കഴിഞ്ഞിരിക്കുന്നതാണ് വലിയ പ്ലാന്റുകളെല്ലാം. ഒരു വട്ടം പൂവിട്ട പ്ലാന്റുകളാണ്. കെപ്പൽ താഴത്തെ സൈസ് കണ്ടാൽ അറിയാൻ പറ്റും. നല്ല പ്രായമുള്ള ചെടി. കെപ്പലിന്റെ ഫ്രൂട്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണോ? അല്ല, അധികം ടേസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു. എന്തോ ഇതിനെ കഴിച്ചാൽ ഇതിന്റെ മണം മണം നിൽക്കും എന്നൊക്കെ പറയണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞ സമയം കളയുന്നില്ല. കേൾക്കുന്ന അത് കാണുന്നവർക്കും നിർത്താറായില്ലെന്ന് ചോദിക്കും. ഡ്രമ്മിൽ നിലവിൽ ഇങ്ങനെയുള്ള പ്ലാന്റുകളിലൂടെ അവൈലബിൾ ആണ്. ഇങ്ങനെ ഫുൾ സെറ്റ് ചെയ്ത് കോട്ടൂർ കോണത്തിൻ്റെ ഇപ്പം അധിക ചിലവുള്ളത് കൊണ്ട് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് നേരത്തെ വെച്ചേക്കാണ്. ഡ്രമ്മിൽ ഇത്രയും വലിയ പ്ലാന്റ് പ്രൂൺ ചെയ്ത് ഷേപ്പ് ചെയ്ത് ഇതിപ്പോൾ മരുന്നടിക്കഴിഞ്ഞിട്ടാണ് ഇല വെട്ടിയിരിക്കുന്നത്. ഇങ്ങനെ തന്നെ കൊടുക്കും. എന്താ ഇതെല്ലാം റൂട്ട് സ്റ്റോക്ക് കാണുമ്പോൾ തന്നെ അറിയാം. എന്താണ് കണ്ടില്ലേ, ഇത്രയും വലിയ സൈസാണ് റൂട്ട് സ്റ്റോക്ക് ചെയ്തേക്കുന്നത്. റൂട്ട് സ്റ്റോക്ക് കണ്ട ഹെവിയാണ്, നില പിടിപ്പിച്ചിരിക്കുന്നത്. എല്ലാം കോട്ടൂർക്കോണം മാവുകളാണ് ഇരിക്കുന്ന മുഴുവനും. നിങ്ങൾ ഫുള്ളായിട്ട് കോട്ടൂർക്കോണത്തിലേക്ക് മാറിയില്ലേ? ഇതെന്താ മാങ്ങ? ഇത് കോട്ടൂർക്കോണമല്ലല്ലോ. അല്ലല്ല, അത് നമ്മുടെ ഓൾ സീസൺ മാംഗോ. എപ്പോഴും കായ്ക്കും. എല്ലാം എപ്പോഴും ഓൾ സീസൺ. ആ ഒരു വലിയ പ്ലാന്റ് കായോടുകൂടി 1200 രൂപ. ആ തറയുന്ന 6 പൊക്കമുള്ള മാവ് 1200 രൂപ ആയിരിക്കുന്ന ഒറ്റ പ്ലാന്റ്. കണ്ടല്ലോ ഈ പ്ലാന്റ് ഫുള്ള് മാങ്ങയോട് കൂടി. 2 3 4 മാങ്ങയുണ്ട്. 4 2 4 അതിന്റെ ഇടയ്ക്കൊക്കെ നിറച്ച് നിൽക്കും. എല്ലാം ചേർത്ത് 1200 അതിന്റെ ഒത്തിരി മാവുകൾ ഇരിപ്പുണ്ട് കായോട് കൂടി. കാഴ്ച സീസൺ അല്ലേ? അതെ, എല്ലാം ഓൾ സീസൺ ഒത്തിരി ഇരിപ്പുണ്ട്. ഈ ഇതിനൊക്കെ ഭംഗി കണ്ടോ, നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആട്ടോ. മാംഗോസ്റ്റീൻ കണ്ടോ, ഓൾറെഡി കാഴ്ച മരമാണ്. അതിവിടെ സെയിലിന് അവൈലബിൾ ആട്ടോ. കായ വന്നതാണ് 2 മരങ്ങളും. സീഡ് ഗ്രൗണ്ട് ആണ് കേട്ടോ, ഗ്രാഫ്റ്റഡ് അല്ല. അടിപൊളിയാണ്.
ഇവിടെ ഒരു ഓൾ സീസൺ മാങ്കോ ഇരിപ്പുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. എല്ലാം കുറേ അധികം മാങ്ങയുണ്ട് കണ്ടോ. മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞതാണ്, ഓൾ സീസൺ ആയതുകൊണ്ട് എപ്പോഴും ഇതിൽ മാങ്ങ ഉണ്ടാവും. ഇവിടെ കണ്ടോ 2 മാങ്ങയുണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, നിറച്ച് മാങ്ങയുണ്ട് കേട്ടോ. ഇത് നമുക്ക് നമ്മൾ നേരത്തെ തുടങ്ങിയ സെക്ഷനില്ലേ അവിടേക്ക് പോകാം കേട്ടോ. ഇവിടെ ഞാൻ ഏതാണ്ടൊക്കെ കാണിച്ചു, പക്ഷേ ഇതിൻ്റെ ചിലതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതെന്ത് മാവാ? ഇത് നീലം മാവ്. ഇവിടെ കായ്ക്കുന്ന മാവാണ്, നീലമാവ് കേട്ടോ. ഇടയ്ക്ക് കാണിക്കാം, നമ്മുടെ ഫേവറേറ്റ് സാധനം ഇരിപ്പുണ്ട്, നമ്മുടെ അഡീനിയം. ഇതെന്താ ആട്ടും കാഷ്ടമാണോ ചാണകമാണോ കൊടുത്തിരിക്കുന്നത്? ചാണകം അല്ല. ഓക്കെ ഓക്കെ, ഭംഗിയായിട്ട് നിൽപ്പുണ്ടോ നീലമാവ്. ഇതൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ അവിടെ വന്നിട്ട്. ഓക്കെ, ഇതെന്ത് സാധനമാണ്? ഏതാണ് ഇത്? ഫ്രൂട്ട് കാണിച്ചു, വെരിക്കേറ്റഡ് മൊസംബി. വെരിക്കേറ്റഡ് മൊസംബി നേരത്തെ കാണിച്ചു കേട്ടോ. അത് അതെ, ഭയങ്കര കായാണ്. ഇത് കാണിച്ചു. ഇത് എന്ത് വെറൈറ്റിയാണ്? ഇത് ഞാൻ ബ്രസീലിയൻ മൾബറി, ഫുൾ ബ്ലാക്ക് ആവും. മൾബറി എന്ന് പറഞ്ഞാൽ ബ്രസീലിയൻ രക്ഷയില്ലാതെ പിടിച്ചിരിക്കില്ലേ, നന്നായിട്ടിരിക്കുന്നത്. കാണിച്ചു നേരത്തെ നമ്മളെ കണ്ട കപ്പലിൽ നിന്ന് ഒരു കപ്പലും കൊണ്ട് മാറ്റി വെച്ചതാണേ, ഇത് വെച്ച് കായ്പ്പിക്കാനായിട്ട്. നമ്മുടെ വൈറ്റ് ഞാവലാണ് നിൽപ്പുണ്ട്. ഒരുപാട് കാഴ്ചതാണ്. ഒരു പ്രാവശ്യം കുറേ ഫ്രൂട്ട് ഒക്കെ ഉണ്ടായതാണ്, ഞാൻ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്തതാണ്. അതെ അതെ, റെയിൻ ഫോറസ്റ്റ് പ്ലമ്മോ അതെ, നിറച്ച് കുറേ കായുണ്ടായിരുന്നു. അതെ അതെ, ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ കായ്ച്ച്. ഇതൊരു ഓട്ടോ പ്രൊഡക്ഷൻ ആട്ടോ, വേറെ ഒന്നും വിചാരിക്കണം, ലേറ്റ് ആവുന്ന സമയം. ഇതെല്ലാം കായ്ച്ച മരങ്ങളാണ്, റെയിൻ ഫോറസ്റ്റ് പ്ലമ്മിന്റെ എല്ലാം. ഇത് വീണ്ടും പൂവായി തുടങ്ങി. ഈ തായ്ലൻഡ് സീറ്റ് ലൂബി എന്ന് പറഞ്ഞ പുതിയ വെറൈറ്റിയുടെ വലിയ തൈകളാണിത്. തായ്ലൻഡ് സീറ്റ് ലൂബിയുടെ തായ്ലൻഡ് സ്വീറ്റ് ലൂബി, തായ്ലൻഡ് സീറ്റ് ലൂബിയുടെ പുതിയ വെറൈറ്റി, ഓൾ സീസൺ. ഇതാണ് പഴയ NR സീറ്റ് ലൂബി എന്ന് പറഞ്ഞ ചെടികളാണ് ഇതെല്ലാം. വ്യത്യാസം തമ്മിൽ കായ വലുതായിരിക്കും ഇതിന്റെ, അതിന്റെ കായ വലുതായിരിക്കും, മറ്റൊരു അല്പം കൂടെ ചെറുതായിരിക്കും. പിന്നെ അബിയു, ഒരു 7 അടി പൊക്കമുള്ള അബിയു ഒരുപാട് കായ്ച്ചു കഴിഞ്ഞ മരങ്ങൾ ഇരിപ്പുണ്ട് നിലവിൽ. ഈ അബിയുനൊക്കെ എന്ത് വിലയുണ്ട്? നല്ല വില ഉണ്ടാവും അല്ലേ? ഇല്ല, ഇതൊക്കെ ഒരു 1800 രൂപ. ഈ അബിയൊക്കെ 1800 എന്ന് പറഞ്ഞോ, കാഴ്ച കഴിഞ്ഞ മരങ്ങളാട്ടോ. കാഴ്ച മരങ്ങൾക്ക് 1800 രൂപയ്ക്ക് കൊടുക്കാം. അങ്ങോട്ടുണ്ടോ? അബിയൊക്കെ ഒരു 250 രൂപ മുതലുണ്ട്. ഇവിടെ നിന്ന് അങ്ങറ്റം വരെ കാഴ്ച അബികൾ കിടപ്പുണ്ട്. നമ്മളവിടെ കണ്ടതിനും ഒരു ഇടത്തര സൈസ്, മീഡിയം എല്ലാം ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇത് പുലാസന്റെ വലിയ തൈകളുണ്ട്. പുലാസന്റെ ഏകദേശം എന്നെക്കാളും ഉയരമുള്ള പുലാസന്റെ തൈകളുണ്ട്. അത്യാവശ്യം ഇപ്പൊ വന്നിട്ടുണ്ട്. പുലാസൻ സ്റ്റാർട്ടിങ് തന്നെ 550 രൂപ ചെറിയത്, അത് മുതൽ പുലാസൻ അത്യാവശ്യം ഇപ്പൊ വിലയുണ്ട് ഇപ്രാവശ്യം കിട്ടിയതൊക്കെ. പിന്നെ അതിന്റെ മുന്നോട്ട് നോക്ക്, മനില ടെന്നീസ് ബോൾ ചെറിയുടെ കാഴ്ച വലിയ മരങ്ങളാണ് ഇരിക്കുന്നതൊക്കെ. അത് മുഴുവനും ഇതിന്റെ കായ ഉൾപ്പെടെ ഞാൻ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതെ അതെ, നല്ല രസമുണ്ട്. അതെ അതെ, അതിപ്പോഴും അവിടെ നിറച്ച് എപ്പോഴും കാണും. അത് കായ്ച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും കാണും. ബൂട്ടിക്കാവ റെഡ് ഹൈബ്രിഡ് കഴിച്ചോ? എന്തായാലും വന്നേല്ലേ? റെഡ് ഹൈബ്രിഡ് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇത് കഴിച്ചിട്ടേ കുറെ പേര് ചോദിച്ചു. അതെ അതെ അതെ, അവതാരകന് കഴിക്കാനേ സമയമുള്ളൂ, കഴിക്കാലോ. പിന്നെ പിന്നെ നല്ല റെഡ് ഹൈബ്രിഡ് അല്ലേ? ജബൂട്ടിക്കാവയുടെ റെഡ് ഹൈബ്രിഡ് ആട്ടോ. എപ്പോഴും ഫ്രൂട്ട് കാണും, എപ്പോഴും കാണും. കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. മഴയായിരുന്നിട്ട് പോലും കൊള്ളാം. അതുകൊണ്ട് ഞാൻ പറിച്ചെടുക്കട്ടെ. എടുത്തോ, അതെല്ലാം പഴുത്തെല്ലാം എടുത്തോ. എൻ്റെ വീട്ടിലും കാച്ചു. ഏറ്റവും താഴെ നല്ല നിൽപ്പുണ്ട്. അതെ തന്നെ, അതെ. ഓ കിടിലൻ. ഇതേ കണ്ടോ, റെഡ് ഹൈബ്രിഡ് ആണേ. ഉണ്ടോ പുലാസൻ? നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആട്ടോ. ഈ വലിയ പ്ലാന്റ് എല്ലാം സീഡ്ലെസ് ഞാവലുകളാണ്. ഈ മുഴുവനും ഈ കാണുന്നതെല്ലാം സീഡ്ലെസ് ഞാവലാണ്. ചെറുതുണ്ട്. ഇതെല്ലാം സീഡ്ലെസ് ഞാവലാട്ടോ. കാച്ചു തുടങ്ങിയതാ? അതെ, ആ വലുതൊക്കെ കായ്ച്ചതാണ്. അതല്ല, തായ് ജംബോ സപ്പോർട്ടായിരിക്കുന്നതൊക്കെ വലിയ ഇപ്പോഴത്തെ ട്രെൻഡിങ് സാധനമാണ്. തായ് കിങ് സപ്പോർട്ടാന്നൊക്കെ പറഞ്ഞു വരും. തായ് കിങ് അല്ലേ? തായ് കിങ് നല്ല സൈസാണ്. തായ് കിങ് സപ്പോർട്ടാട്ടാ. കുറേ അധികം കാഴ്ചയൊക്കെ ഇതേ കണ്ടോ, വലിയ സപ്പോർട്ട് എവിടെ ഉണ്ട്. അതിലും വലുതാവേ, അതിലും നല്ല സൈസ്. ഉൾവശം നല്ല റെഡ് എന്നാ പറഞ്ഞത്. എൻ്റെ കൂടെ പിക്ചർ കാണാം. പഴുത്തു കഴിഞ്ഞാൽ ഉൾവശം നല്ല റെഡ് എന്നാ പറഞ്ഞത്. അതെ അതെ, ഇതേ കണ്ടോ, തായ് കിങ് സപ്പോർട്ടാ. കുഴപ്പമില്ല. റെഡ് കളർ അല്ലേ? ഇതിൻ്റെ ഒരുപാടുണ്ട് കളക്ഷൻ കേട്ടോ ഇവിടെ. അതെ, കസ്റ്റാർഡ് ആപ്പിൾ, നമ്മുടെ സീതപ്പഴം. അതെ, കസ്റ്റാർഡ് ആപ്പിൾ ഗോൾഡ്. ഗോൾഡ് ആയത്? ആ ഗോൾഡ്. ഈ ഗോൾഡിന് എന്ത് വിലയുണ്ട്? ഇത് വലിയ പ്ലാന്റിനൊക്കെ ഒരു 500 രൂപ. ഓക്കെ. അതിലും ചെറുതുണ്ട്. ഇത് ഹോം ഗ്രൗണ്ട് 275 രൂപ. ഓക്കെ ഓക്കെ.
പിന്നെ മക്കോട്ട ദേവ, ഇതൊക്കെ ചാമ്പയാണേ. ഒരുപാട് വെറൈറ്റി ഉണ്ട്. കുറേ കാണിച്ചതാ പണ്ട്. ആ കുറേ ചാമ്പ അത് എന്നത് ഈ ചാമ്പ വെറൈറ്റീസ് ഉണ്ടോ? ആ ഇവിടെ ഇതുണ്ടല്ലോ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വലിയ പ്ലാന്റ്സ്. അത് കായ്ക്കാറായിട്ടുണ്ടാവും. ആ അതെ, കായ്ക്കാറായത്. ഇതിലും ആ 2 വെറൈറ്റി തന്നെയുള്ളേ? ആ അതെ അല്ല, ഇത് റെഡാണ് ഞങ്ങൾക്ക് ഇവിടെ അധികം, അകവും പുറവും റെഡാണ് അധികം പോകുന്നത്. അപ്പം അതുകൊണ്ട് കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ടേ. 600 രൂപ. 600 രൂപ അത്രേ ഉള്ളൂ. പക്ഷെ മുള്ളു ഭയങ്കര കേട്ടോ, കൊണ്ടുപോകാൻ ഭയങ്കര അതാണ്. കയ്യിൽ ഉറക്കിയിട്ട് പിടിക്കും. അത് മാത്രമല്ല ഒടിയും, കാറിൽ വെച്ചാലും അത് കൊണ്ടുപോകാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് വേണം, ഞാൻ മേടിക്കാം. ഇത് ഫുള്ള് കണ്ടോ, ചാമ്പയുടെ ഒരു കിടിലൻ കളക്ഷൻ കേട്ടോ. ചാമ്പയൊക്കെ ഭയങ്കര വലിയ മരങ്ങളാണ്. എല്ലാം കാച്ചു തുടങ്ങിയ ചാമ്പകളാട്ടോ. എല്ലാ വെറൈറ്റി ചാമ്പ ഇവിടെ ഉണ്ട്. 10 അടി കൂടുതൽ പൊക്കം കാണും. എല്ലാം ഉണ്ട്. കിങ് കോങ് ചാമ്പ, ദൽഹാരി. ഇതെന്താ ഈ നിൽക്കണ ഫ്രൂട്ട്? ഏതാണ്? അത് നമ്മുടെ പഴയ അരസാ പോയി. ഓ അരസാ പോയി. അവക്കാടോ, അതേ നമ്മുടെ പറങ്കി മാവില്ലേ, കാഷ്യൂ, വലിയ മരങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഇതെല്ലാം ജബോട്ടിക്കാവയുടെ ഒരുപാട് കളക്ഷൻ. അതെല്ലാം കാണിച്ചു. നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞാൻ കൈ കടത്തി ഇവിടെ. നന്നായി. അതുകൊണ്ട് നേരത്തെ കാണിച്ചില്ല. അത് ബനാന മാംഗോ അല്ലേ? തായ്ലാൻഡ് ബനാന കണ്ടോ. അത് കഴിഞ്ഞ ഒന്ന് പൂത്ത് കായ്പിച്ചില്ല. ശരിക്കും ബനാന പോലെ ഉണ്ട്. ഇതെന്തായിരുന്നു? അത് മറ്റേ ചെറി ഓഫ് റിയോ ഗ്രാൻഡ്. പിന്നെ നമുക്കവിടെ കാഴ്ച ലോങ്ങനുണ്ട്. ലോങ്ങൻ ഇവിടെ പുറത്തല്ലോ കാഴ്ചത്? അതെ അതെ അതെ, വലിയ മരങ്ങൾ ഇപ്പോൾ ഉണ്ട് കാഴ്ച. റെഡ് റൂബിയാണിത്. ഈ കായ് കിടക്കുന്ന എല്ലാം റെഡ് റൂബി ലോങ്ങനാണ്. ഇതെന്താ ലോങ്ങനാ ഇരിക്കുന്നത്? എസ്കാർലറ്റ് തന്നെയാണോ? എസ്കാർലറ്റ്. ഞാൻ കാണിച്ചു നേരത്തെ, എനിക്ക് ഡൗട്ടായിട്ട് എസ്കാർലറ്റ് തന്നെയാണോ. അതെ അതെ, ഇതാണ് നമ്മുടെ അട്രാക്ഷൻ. പക്ഷേ എസ്കാർലറ്റ് ഇതിന് ഫ്രൂട്ട് സെയിം ആണ്. പക്ഷെ കളറേ ഇത് ഇപ്പോഴാണ് ഇത്രയും കളർ വെച്ചത്. ഇനി ഇത്രയും കളർ വരില്ല. ഇത് ഹൈബ്രിഡും അത് എസ്കാർലറ്റ് കഴിയും. ഇത് ഇത്രയും ഇതിൽ നിന്നൊന്ന് അത് കഴിച്ച പിന്നെ അറിയാമല്ലോ, നിങ്ങളിപ്പോൾ കഴിച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അറിയാമല്ലോ. ഇതിൽ കുരുവില്ല. ഉണ്ട്, പക്ഷെ അത് ഇതിൽ വലിയ കുരുവാണ്. ആണോ? റെഡ് ഹൈബ്രിഡ്. ഓ അല്ല, ഓൾമോസ്റ്റ് കുരുവുണ്ട്, മസ്റ്റായിട്ട് കുരുവുണ്ട്. ഇതിൽ കുരു ഇല്ല. അല്ല, ഫ്രൂട്ട് സൈസ് ചെറുതാണ്, ഇതൊന്നും ആയിട്ടില്ല. ഒന്നും കൂടെ ഈ 2 വെക്കുമ്പോൾ ഒരു ഫ്രൂട്ടിന്റെ സൈസ് ആവണം. കുറെ വീണ് നടക്കുന്നുണ്ട്. അതെ അതെ, വീണ് പൊടിപ്പിക്കും. അതിപ്പോൾ എടുക്കാറില്ല, അവിടെ തന്നെ ഇട്ട് പൊടിപ്പിക്കുകയാണ്. എളുപ്പമാണത്. ഇത് മുളച്ചിട്ടുണ്ടല്ലോ തൈ. അതെ തന്നെ, തൈ മുളപ്പിക്കാൻ വേണ്ടിയാ. കണ്ടോ, തൈകൾ കഴിച്ചിട്ട് അവിടെ തന്നെ ഇടും. നിങ്ങൾക്ക് മുളപ്പിക്കാൻ എളുപ്പമാണ്, വേറെ ഒന്നും വേണ്ട. ആദ്യം ഒരു കൈക്ക് ഇത്രയും പിടി, ഒരു 3 പിടി മണലിട്ടിരുന്നാൽ മതി. മണൽ അങ്ങ് ഇടുക, ചോട്ടിലിടുക. ഈ കുരു കഴിച്ചിട്ട് അവിടെ തന്നെ ഇട്ടാൽ മതി, തനിയെ പിടിച്ചോളും. ഇതൊക്കെ ഞങ്ങളുടെ വലിയ ഇവിടുത്തെ 4 സീസൺ ലോങ്ങനാണ്. എപ്പോഴും പിന്നെ കായ്ക്കും. നമ്മൾ കഴിഞ്ഞ വട്ടമൊക്കെ കണ്ടില്ല. ഇതിവിടെ കണ്ടല്ലോ. ഇതെന്ത് ലോങ്ങനാ? ഞാൻ നേരത്തെ കാണിച്ചു ഈ ലോങ്ങൻ. എവിടെ ഇരിക്കുന്നത്? ഇത് റെഡ് റൂബി ലോങ്ങൻ. റെഡ് റൂബി നല്ല റെഡ് കളർ ആവും. ഇത് മുഴുവൻ കായ്ക്കും. പക്ഷെ കുറേ കാച്ചു അല്ലേ? കുറേ ഇഷ്ടം പോലെ കായ്ക്കും. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു. അതെ 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 അതെ, ഫ്രൂട്ടിന് വെയിറ്റിംഗ്. ലീഫിനും റെഡ് കളർ അല്ലേ? അതെ അതെ, ഫ്രൂട്ടും റെഡ് കളറാണ്. പാകമില്ല അല്ലേ? അതിനകത്തോട്ട് മറ്റേ പഴയ നമ്മളെ മനില ടെന്നീസ് ബോൾ ചെറിയൊക്കെ തന്നെയുണ്ട്. അതൊക്കെ നിറച്ച് നമ്മൾ കഴിഞ്ഞോട്ട് എടുത്തില്ല. ഈ കണ്ട് വൈറ്റ് ലോങ്ങൻ, ഇതിപ്പോൾ നമ്മൾ എപ്പോഴും കായ്ക്കുന്നതാണ്. ഇവട്ടോ നിങ്ങൾ കൊണ്ടുപോയായിരുന്നല്ലോ. ഞാൻ ഇവിടുന്ന് വാങ്ങി കേട്ടോ. എൻ്റെ വൈറ്റ് ലോങ്ങൻ കാണുമ്പോൾ കുറേ പേര് ചോദിച്ചാൽ എവിടുന്ന വാങ്ങിയെന്ന്. ഇവിടുന്ന് വാങ്ങിയത് വൈറ്റ് ആൻഡ് ഉള്ളത്. വൈറ്റ് ഉണ്ട്, പിന്നെ 4 സീസണിൻ്റെ കൂടെ ചേർന്ന്. അതെ, അന്ന് കൊണ്ട് ആ പ്ലാന്റ് തന്നെ ഇത് വലിയൊരു അഭിമരം കണ്ടോ, പൂത്തിട്ടുണ്ടല്ലോ. അത് ഇപ്പൊ കാണുന്നില്ല. എല്ലാത്തിലും പൂവുണ്ട്. മുഴുവൻ പൂത്തേക്കാണ്. അതെ അതെ, മുഴുവൻ പൂത്തേക്ക്. ഇതേ അമ്പഴങ്ങ. ഈ അമ്പഴങ്ങ മുറ്റി തുറന്ന് എനിക്ക് തരണം കേട്ടോ, കഴിച്ചു നോക്കാൻ. തരാം തരാം. ഇവിടെ അല്ല, അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ അതിനേക്കാൾ വലുതേ നിൽക്കുന്നത് അവിടെ മുൻവശം. അതാ ഞാൻ പറഞ്ഞത്, അവിടെ ഉണ്ടോ ചോദിച്ചങ്ങ് വാങ്ങുക. ഇത് എന്ത് കറിവേപ്പ്? ഇത് കറിവേപ്പാണോ? അത് ചൈനീസ് കറിവേപ്പ് എന്ന് പറഞ്ഞ ഇടയ്ക്ക് പണ്ട് കിട്ടിയതാണ്. അയ്യടാ, ഞാൻ കുറച്ച് ലെയർ കെട്ടാനൊക്കെ നോക്കി, പക്ഷെ മരം പട്ട് തുടങ്ങി. ചൈനീസ് കറിവേപ്പ് അത്ര ഞാൻ ആദ്യമായിട്ട് കാണുക. മണം നോക്കി, മണത്ത് നോക്കട്ടെ. നല്ല മണമാണ്. നല്ല മണം. നമ്മുടെ കറിവേപ്പിന് തന്നെ സ്ട്രോങ് അരോമ കേട്ടോ. അത് സ്മെല്ല്. ഇതിന്റെ ഫ്രൂട്ട് ഉണ്ടല്ലോ, മുളപ്പിക്കാൻ പാടില്ലേ? അതല്ല, അത് ഞങ്ങൾ അതിനെ പാകി നോക്കി. അപ്പോൾ അത് സാധാ നാടൻ കറിവേപ്പിലാവും. അതെ. അയ്യോ, ട്രൈ ചെയ്തതാണ് ഞാൻ എല്ലാ രീതിയിലും. ഇങ്ങനെ ലെയർ കെട്ടിയപ്പോഴത്തേക്കും ഇങ്ങനെ ഉണങ്ങി, കമ്പുണങ്ങി. കണ്ടാ ലെയറിയപ്പോഴത്തേക്കും കമ്പുണങ്ങി നിർത്തി വെച്ചു. ഫ്രൂട്ടിൽ അത് വരേണ്ടതല്ലേ ശരിക്കും? പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചിത് കിട്ടുന്നില്ല, നാടനായി പോകുന്നു. അതെ. ഇതൊക്കെ ജബോട്ടിക്കാവയുടെ സബാറ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നതാണ് ഈ കാണുന്ന എല്ലാം. ഈ സബാറല്ലേ കായ്ക്കാൻ ഏറ്റവും കൂടുതൽ കാലെടുക്കും എന്ന് പറഞ്ഞാൽ? അതെ അതെ, ഇതൊരു 3 വർഷം മാക്സിമം.
മൂന്നര വർഷത്തിനകത്ത് ഈ ഗ്രാഫ്റ്റഡ് തൈകൾ കായ്ക്കും. ഇതൊക്കെ നമുക്ക് അത്ര വിശ്വാസമുള്ള സ്ഥലത്ത് നിന്ന് എടുക്കുന്നതാണ്. ഇതൊക്കെ ജബോട്ടിക്ക അവിടെ നിങ്ങൾ കഴിച്ച എസ്കാർലറ്റ് കായ്ക്കാറായി നിൽക്കുന്ന പ്ലാന്റുകളാണ്. അമ്പഴങ്ങ ഇവിടെ ഇപ്പോൾ ഉണ്ട്, നിങ്ങൾക്ക് ഒരു കൊല തരാം. അമ്പഴങ്ങ ഈ സ്റ്റാർ ഫ്രൂട്ട് ഞാൻ കാണിച്ചു. ഇത് സ്വീറ്റാ? അതെ ഹോം ഗ്രൗണ്ട്. ഞാൻ ഹോം ഗ്രൗണ്ടിൻ്റെ സ്വീറ്റ് അമ്പഴങ്ങ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അയ്യോ ഉത്തരം എടുത്തോ? ഒരെണ്ണം മതി എനിക്ക്. കൊണ്ടുപോയിക്കോ? ഇതിങ്ങനെ കഴിക്കാൻ കുഴപ്പമില്ലല്ലോ. വീണെങ്കിലും ഇടാം. കീടനാശിനി ഒന്നും അടിച്ചിട്ടില്ലല്ലോ. അപ്പം മധുരമൊന്നും കാണില്ല. മാങ്ങ വെറും പച്ച മാങ്ങ. അതെ എന്നാലും നോക്കാമല്ലോ. കീടനാശിനി ഒന്നുമില്ല. ഉപ്പും കൂടെ മുക്കിയ പക്കയായിരിക്കും മാങ്ങ. പക്ഷെ മധുരമുണ്ട്, ആയി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും മധുരമുണ്ട്. കണ്ട ഇത് പഴുക്കു. ഇത് കളർ വരില്ല. നോക്ക് ഇങ്ങനെ ഉണ്ടെന്ന്. ഇത് വേറൊരു ടൈപ്പ് ഓഫ് പഴുത്തു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, സാധനം പഴുത്ത് കാണാറില്ല. അതെ നല്ല മധുരമില്ലേ? ഫ്ലഷ് കൂടുതൽ, നല്ല ഫ്ലഷ് ഉണ്ട് കേട്ടോ. എത്ര ടൈപ്പ് ഓഫ് ജബോട്ടിക്കാവും അല്ലേ? നിങ്ങൾ ഇടയ്ക്കൊന്നും കഴിച്ചില്ല, ലാസ്റ്റേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. കൊള്ളാം കേട്ടോ. അതൊരു വെറൈറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പഴുത്താലും കളർ ഗ്രീൻ തന്നെ. അതെ നന്നായിട്ട് പഴുത്ത് കിട്ടിയിട്ടില്ല ഇത് ഇതുവരെയും. അല്ല ഇങ്ങനെ നല്ല പഴുത്താ അത് ആണല്ലേ? കളർ ചേഞ്ച് ആവാത്ത ഞെക്കി നോക്കിക്കേ. അതെ ഞെങ്ങുന്നുണ്ട്. കുറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ജബോട്ടിക്കാവ. എസ്കാർലറ്റ് കുറെ അധികം ഉണ്ടായിരിക്കും അല്ലേ? അതെ അതെപ്പോഴും ഉണ്ടാവുന്നേ. ഞാൻ ആദ്യം തന്നെ എടുത്തു. റെഡും ഇതും എല്ലാ സമയത്തും ഉണ്ടാവും. അതൊരു അസറ്റ് ഫ്രൂട്ടാണ്. ഫുൾ ടൈം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതന്നെ കാണാൻ ഭംഗിയാ. ഇത് കിട്ടിയ സാധനം കയ്യിൽ പിടിച്ച് തന്നെ വീഡിയോ എൻ്റെ കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു ഓട്ടപ്രദക്ഷിണമായിരുന്നു. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത ആ ഒരു കോംബോ ഓഫറിൻ്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ പോയാൽ ഇതിൽ മിക്കവാറും എല്ലാത്തിൻ്റെയും ചെറിയ തൈകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ഓടിയൊരു വീഡിയോ ചെയ്തത്. എന്തായാലും ഷിബു വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാൻ ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. എന്തായാലും ഇവിടേക്ക് വരാനുള്ള ആ മാർഗ്ഗം, ഇവിടെ ഞാൻ പറഞ്ഞു പാങ്ങപ്പാറയാണ് സ്ഥലം, ഇവിടേക്ക് വരാനുള്ള മാർഗ്ഗം എൻ്റെ പഴയ വീഡിയോയിൽ കൃത്യമായിട്ട് വിത്ത് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൊടുക്കാം. എന്നാൽ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഇതിൽ കൂടെ ആഡ് ചെയ്ത് കേട്ടോ. വരുന്ന വഴി നമുക്ക് ആദ്യം കാണാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആക്ച്വലി 2 കിലോമീറ്റർ ഉള്ളൂ ഇവിടേക്ക് എത്താൻ. നമ്മളിപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് വരണമെങ്കിൽ ഇതാ വഴി കേട്ടോ. ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ശ്രീകാര്യം കഴിഞ്ഞിട്ട് പാങ്ങപ്പാറ. ഈ പാങ്ങപ്പാറയിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ഗുരുമന്ദിരമുണ്ട്, ശ്രീനാരായണ ഗുരുമന്ദിരം കണ്ടോ. ഈ ഗുരുമന്ദിരത്തിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കയറുക, ഇടത്തോട്ട് കയറി ഒരു 100 മീറ്റർ മുന്നോട്ട് പോയാൽ മതി. ഇവിടെ വലതുവശത്തായിട്ടൊരു ബോർഡ് കാണാം, റോയൽ ഗ്രീൻ ഹൗസ് എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ് നഴ്സറി കണ്ടോ. ഇതിൽ റൈറ്റിലോട്ട് കയറിയാൽ മതി. അപ്പോൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയിരിക്കുക കേട്ടോ. ഇനി നിങ്ങൾ കഴക്കൂട്ടം സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ കഴക്കൂട്ടം കഴിഞ്ഞ് കാര്യവട്ടം ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ നമുക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കാണാൻ പറ്റും. ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കഴിഞ്ഞ് ഒരു 1 കിലോമീറ്ററോളം മുന്നോട്ട് പോയാൽ മതി കേട്ടോ. റൈറ്റ് സൈഡിൽ ശ്രീനാരായണ ഗുരുമന്ദിരം കാണാൻ പറ്റും. ഈ ഗുരുമന്ദിരം കട്ട് ചെയ്ത് റൈറ്റിലോട്ട് കയറുക. ബാക്കി നേരത്തെ പറഞ്ഞു മനസ്സിലായല്ലോ. അപ്പോൾ വരിക. ഇനി വേറൊന്നുള്ളത് പുള്ളി മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കൊറിയർ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും ആവശ്യപ്പെട്ട പോലെ. വിലയും ഏതാണ്ടൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. റേഞ്ച് ചെറുതും 2 ഗാർഡനായിട്ടാണ് ചെറിയ പ്ലാന്റ്സും വലിയ പ്ലാന്റ്സും പുള്ളി സെറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടും ആവശ്യക്കാർക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ടൈം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇവിടെ ഒന്ന് വാങ്ങിയിട്ടോ. ഞാനിവിടെ വരുമ്പോഴൊക്കെ, ഞാൻ ഇടയ്ക്കിടെ വിസിറ്റ് ചെയ്യാറുണ്ട്, വരുമ്പോഴൊക്കെ കുറേ പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. എന്നെ കാണുമ്പോൾ ഓടി വരും കേട്ടോ. അവർ കാണുമ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടാൽ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ ഇനിയും കുറേ പേരും കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.